താരം പാർവതി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീമതി പാർവതി, ഇതിപ്പോൾ സർക്കാരിന്റെ ഇന്ന് ഹൈക്കോടതിയിലുള്ള നിലപാട് എന്ന് പറയുന്നത് താങ്കൾ അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പരാതിയില്ല, അതുകൊണ്ട് ആർക്കെതിരെയും കേസെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് ഹൈക്കോടതി പറഞ്ഞത് മുദ്ര വെച്ച കവറിൽ പൂർണ്ണമായ റിപ്പോർട്ട് ഹാജരാക്കുക എന്ന്. താങ്കൾ ഈ നിലപാടിനോട് എങ്ങനെയാണ് യോജിപ്പുണ്ടോ? ഈ സർക്കാരിന്റെ ഈ പരാതിയില്ല, അതുകൊണ്ട് ആർക്കെതിരെയും ഒരു നിയമ നടപടി സാധ്യമല്ല എന്ന്. അത് ബേസിക്കലി ആദ്യകാലങ്ങളിൽ നമ്മൾ ഉണ്ടാക്കിയിരുന്ന ഒരു കാര്യം കമ്മീഷനായിരുന്നു. കമ്മീഷനാണെങ്കിൽ അതിനകത്ത് പരാതിയും അത് ഗൗരവതരമായ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയുമായിരുന്നു. അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നീട് അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു കമ്മിറ്റി, വെറുതെ ഒരു സർവേ റിപ്പോർട്ട് പോലെ ഉള്ളൂ അത്. ആക്ച്വലി ഒരു പഠന റിപ്പോർട്ട് അത്രയും നിലവാരത്തിലേക്ക് ആയിപ്പോയത് കൊണ്ടാണ് അതിനെ അങ്ങനെ ഒരു ആക്ഷൻ എടുക്കേണ്ടതില്ലാത്തത് വരുന്നത്. ഒരു സർക്കാരും അങ്ങനെ ഒരു ഇക്വിലിബ്രിയം തെറ്റിക്കുന്ന കാര്യം ചെയ്യില്ല. അന്നത്തെ രണ്ടിൽ ഒരാൾ കംപ്ലൈന്റ് ഉണ്ട്. ഇപ്പൊ എന്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയാം, ഇപ്പൊ ഒരു നടി ആക്രമിക്കപ്പെട്ട കേസ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു റേപ്പോ, അല്ലെങ്കിൽ അതിന്റെ പേരിലുള്ള നിർഭയ പോലെ ഒരു കൊലപാതകമോ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ മാത്രമേ ഒന്ന് അനങ്ങുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പൊയ്ക്കോട്ടെ, കഴിയുന്നതും ഈ പ്രശ്നങ്ങളെല്ലാം ഇതിന്റെ ഒരു ബ്രഷിങ് കണ്ടത് ക്യാപ്പറ്റ് പോലെ അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ ഇപ്പൊ പ്രശ്നങ്ങൾ സിനിമാ മേഖലയിലുണ്ട്. പക്ഷെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് പോലെ ഇങ്ങനെ അങ്ങനെ ഹേമ മാമിന്റെ ഇതിലില്ല. പക്ഷെ മാധ്യമങ്ങൾ അത് പുറമെ ആൾക്കാരുടെ അടുത്തേക്ക് എത്തിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ മേഖല മുഴുവൻ വേട്ടക്കാരാണ്, ഇത് മുഴുവൻ വേട്ടക്കാരാണ്. അങ്ങനെയല്ലല്ലോ ശ്രീമതി പാർവതി, അങ്ങനെ മാധ്യമങ്ങൾ എത്തിച്ചതാണല്ലോ ആണോ? ഇങ്ങനെ റിപ്പോർട്ടിൽ തന്നെ മൊഴികളുടെ രൂപത്തിൽ വരുമ്പോൾ മൊഴികളുടെ രൂപത്തിൽ വരുമ്പോൾ അത് എങ്ങനെയാണ്? അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ശ്രീമതി പാർവതി. ഇത് കാർപ്പറ്റിന്റെ അടിയിൽ മൂടി വെക്കാനുള്ളതല്ലല്ലോ. അല്ലല്ല, പരാതികളുണ്ട്. ഞാൻ പറഞ്ഞ പരാതികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ മുഴുവൻ സ്ത്രീകളും പ്രശ്നമാണെന്നുള്ള രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച വരാൻ പാകത്തിനുണ്ടായ ഒരു ബാലൻസ്ഡ് അല്ലാത്ത ഒരു സെക്ഷൽ ആക്ടിലോട്ട് മാത്രം വിരൽ ചൂണ്ടുന്ന ക്രൈമിനെ മാത്രം വിരൽ ചൂണ്ടുന്ന ഒരു ചർച്ചയിലോട്ട് പോയപ്പോ ഈ സിനിമയിൽ മേഖലയിൽ നിൽക്കുന്ന സിനിമയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുടെ അവസ്ഥ കൂടുതൽ അരക്ഷിതരായി. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ അനുഭവം പറയുന്നതേ. അപ്പോൾ അത് എന്ത് ചെയ്യണമായിരുന്നു എന്നാണ് ശ്രീമതി പാർവതി? ഇങ്ങനെ ഇതൊരു വെറുതെ ഒരു സ്റ്റഡി വെറുതെ ഒരു സ്റ്റഡി അല്ല ഞാൻ പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പൊ ഒന്നെങ്കിൽ അത് കമ്മീഷൻ ആയിരിക്കണമായിരുന്നു, മനസ്സിലായോ? അപ്പൊ അത് ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക്. അപ്പോ ഇപ്പൊ അത് അങ്ങനെ അല്ല. ഞങ്ങളൊക്കെ ശരിക്കും ഞെട്ടിപ്പോയി. സത്യം ഹേമ കമ്മീഷൻ എന്നുള്ളത് പെട്ടെന്ന് ഒരു ദിവസം കമ്മിറ്റി ആയിട്ട് വാർത്തകൾ വരുന്നു. കുറെ വർഷം മുമ്പാണ്. അപ്പൊ തന്നെ ഇതെന്ത് കമ്മിറ്റി ആയി പോയത്? ഇതിന്റെ അപ്പൊ പിന്നെ ഇനി ഇത്രേ ഉള്ളൂ, ഇതിന്റെ വാല്യൂ ഇത്രേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ നമ്മൾ അന്നേ വിചാരിച്ചിരുന്നു. ഇത് നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്. ഇപ്പൊ പെട്ടെന്ന് ഇത് പുറത്ത് വന്നതിന് ശേഷമുള്ള ഒരു അത്ഭുതമോ ഞെട്ടലോ അല്ല. അപ്പൊ ഇത്രേ ഉണ്ടാവുള്ളൂ എന്നൊരു പ്രതീക്ഷ ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ഇതേ ഉണ്ടാവുള്ളൂ, ഇനിയിപ്പോ എന്തുണ്ടാവാനാ എന്നൊരു കാര്യം നമുക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഈ ഇരകൾ അങ്ങനെ നിൽക്കട്ടെ എന്ന രീതിയിലാണല്ലോ ശ്രീമതി പാർവതി. ഇതിനകത്ത് ഒരു കോൺക്ലേവ് നടത്തുമെന്ന് പറയുകയാണ്. അങ്ങനെ കോൺക്ലേവ് നടത്തിയിട്ട് എന്ത് കാര്യമാണ് ഇക്കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്? കോൺക്ലേവ് ഉണ്ടെന്ന് ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ എന്താ പറയാ, വളരെ പവർഫുൾ ആൾക്കാരാണ് സിനിമയുടെ. ഇപ്പോ ഇന്നലെ ഒരു ചർച്ച ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ചേംബറിലൊക്കെ. അപ്പൊ അവിടെയൊക്കെ അവര് പ്രസംഗിക്കുന്നത് ഇത് സിനിമയ്ക്കകത്തുള്ള സ്ത്രീകൾക്കല്ല ഈ പ്രശ്നം ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് ശ്രീ സജി നന്ദിയായിട്ട് പറഞ്ഞു എന്നാണ് ഞാൻ പത്രങ്ങളിലും മാധ്യമങ്ങളിലും വായിക്കാൻ സാധിച്ചത്. അപ്പൊ ബാക്കി അനുഭവിച്ച സ്ത്രീകളൊക്കെ സിനിമയിലേ ഇല്ല എന്ന്. അപ്പൊ സിനിമയിലുള്ള ആൾക്കാർക്കൊന്നും ഇങ്ങനെ പ്രശ്നങ്ങളില്ല, സിനിമയിൽ ഇല്ലാത്ത കുറച്ച് പേർക്ക് മാത്രമാണ് ഈ പ്രശ്നം എന്നുള്ളത്. അപ്പൊ ഇതൊരു കണ്ണടച്ചിരുട്ടാക്കാനും അല്ല ഞാൻ പറയുന്നത്. കണ്ണടച്ചിരുട്ടാക്കാൻ വേണ്ടിയിട്ടും പ്രശ്നങ്ങളില്ല എന്ന് പറയാനും ഒന്നുമല്ല. പക്ഷെ there is a balance. കാരണം നമുക്ക് സിലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് സിനിമ. നമുക്ക് ഒരിടത്ത് പോകുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടില്ലേ, നമുക്ക് ഈ സിനിമ വേണ്ട എന്ന് വെക്കാൻ പറ്റും. അത് നല്ല ഇടങ്ങളും ഉണ്ട്, അവിടെ പോയി നമ്മൾ സിനിമ ചെയ്യുന്നു. അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പുണ്ട്. നമ്മളൊരു സിനിമയിൽ പെട്ടുപോകുന്ന അവസ്ഥ വളരെ ചുരുക്കമാണ് സംഭവിക്കുന്നത്. പക്ഷേ ശ്രീമതി പാർവതി, ഈ റിപ്പോർട്ടിൽ പറഞ്ഞത് പ്രകാരം ഇപ്പോൾ ഈ കമ്മീഷനാണ്, കമ്മിറ്റിയാണ്, എന്തുമായിക്കോട്ടെ, കമ്മീഷൻ മാറി കമ്മിറ്റിയായി, എങ്കിലും ഒരു കോഗ്നിസിബിൾ ആക്ടിവിറ്റി അവിടെ നടന്നിട്ടുണ്ട് എന്ന്, ഒരു ഒഫൻസ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ആ കമ്മിറ്റിക്കും അറിവായതാണല്ലോ. അത് റിപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ?
അത് റിപ്പോർട്ട് ഞാൻ ചെയ്യേണ്ടതല്ലേ? പറയുന്നത് ആ പേജെല്ലാം മറച്ചു വെച്ചില്ലേ? അത് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. ജനങ്ങൾ ചോദിച്ചിട്ട് തന്നില്ലല്ലോ. വിവരാവകാശ കമ്മീഷൻ തന്നില്ലെന്നോ സർക്കാർ തന്നില്ലെന്നോ ഓരോ പറയുന്നു. ഇപ്പൊ ഹൈക്കോടതി എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഇത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ചെയ്യാൻ പറ്റും. നമ്മൾ ആവശ്യപ്പെടുന്നുണ്ടോ ആവശ്യപ്പെടാതിരിക്കുന്നുണ്ടോ എന്ത് കാര്യമാണ് ഉള്ളത്? ശരി, നന്ദി അത് ശ്രീമതി. ഹൈക്കോടതി തീരുമാനിക്കട്ടെ. ശരി, നന്ദി ശ്രീമതി പാർവതി. എന്തായാലും പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്ത സജി നന്ദിയാട്ട്, അദ്ദേഹം ഫിലിം ചേംബറിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഇന്നും എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് ഇത് എല്ലാ സംഘടനകളെയും അല്ലെങ്കിൽ മൊഴി നൽകാൻ ഉദ്ദേശിച്ച ആളുകളെ എല്ലാം കേട്ടുകൊണ്ടല്ല ഇത്തരമൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ്. പക്ഷേ ആ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സിനിമാ മേഖലയിലെ ആർക്ക് വേണമെങ്കിലും തെളിവ് നൽകുവാനുള്ള അവസരം നൽകിയിരുന്നു, അതിൽ പലരും ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് എന്ന രീതിയിലുള്ള പരാമർശം കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. ആർക്ക് വേണമെങ്കിലും മൊഴി നൽകാനുള്ള അവസരം ഉണ്ടാക്കിയതാണ്. വാട്സാപ്പ് ഗ്രൂപ്പ് പോലും അതിനുവേണ്ടി ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം അവസരം വിനിയോഗിക്കുന്നവരുടെ മൊഴി മാത്രമേ കമ്മീഷൻ എടുത്തിട്ടുള്ളൂ. അതല്ലാതെ ഈ സജി നന്ദിയായിട്ട് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് അവസരം കിട്ടിയില്ല എന്ന് പറയുന്നതിൽ ന്യായമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രൈം ഡിബേറ്റ് അവസാനിക്കുകയാണ്.